ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി ഇലക്ട്രോണിക്സ് ടെക്നോളജീസിൻ്റെ യൂട്യൂബ് ചാനലായ ഇലക്ട്രോണിക്സ് ടിവിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് ഗേറ്റ് ഓട്ടോമേഷൻ ആണ്. ഗേറ്റ് തന്നെ പ്രധാനമായും രണ്ട് തരം ഗേറ്റുകളാണ് നമുക്ക് വരുന്നത്. സ്ലൈഡിംഗ് ഗേറ്റും വരുന്നുണ്ട്, അതേപോലെ തന്നെ സിങ്ക് ടൈപ്പ് ഗേറ്റും വരുന്നുണ്ട്. ഈ സ്ലൈഡിംഗ് ടൈപ്പ് ഗേറ്റ് നമ്മൾ സാധാരണ എല്ലായിടത്തും കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു സൈഡിലോട്ട് നമ്മൾ തള്ളി നീക്കുന്ന ഗേറ്റിനാണ് നമ്മൾ സ്ലൈഡിംഗ് ഗേറ്റ് എന്ന് പറയുന്നത്. മറ്റേന്ന് പറയുന്നത് സിങ്ക് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലീഫ് വരും, അപ്പുറേ ഇപ്പുറേ. സാധാരണ ഡബിൾ ഡോർ കണ്ടിട്ടില്ല, അത് തുറക്കുന്ന പോലുള്ള രണ്ട് ലീഫ് വരുന്ന ടൈപ്പുള്ള ഗേറ്റിനാണ് നമ്മൾ സിങ്ക് ഗേറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ സ്ലൈഡിംഗ് ഗേറ്റിൻ്റെ അതേപോലെ തന്നെ സിങ്ക് ടൈപ്പ് ഗേറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അതേപോലെ തന്നെ നമുക്ക് ഗേറ്റ് ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റുന്ന രണ്ട് തരം വേറെ ഗേറ്റുകളാണ്. നമ്മൾ ഫോൾഡിംഗ് ടൈപ്പ് ഗേറ്റുകൾ വരുന്നുണ്ട്, അതേപോലെ തന്നെ കർവ്ഡ് ടൈപ്പ് ഗേറ്റും വരുന്നുണ്ട്. അതിൽ നമ്മൾ സാധാരണ ഗേറ്റ് ഓട്ടോമേഷൻ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ഗേറ്റ് ഓട്ടോമേഷൻ സിസ്റ്റം ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഒരു ആർഭാടം എന്ന നിലയിലാണ് ഈ പ്രോഡക്റ്റിനെ കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ഇത് ഒരു അത്യാവശ്യമായ ഒരു ഘടകം തന്നെയായിട്ടാണ് കാണുന്നത്. ഇനി നമുക്കിത് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഗേറ്റ് ഓട്ടോമേഷൻ സിസ്റ്റം നമുക്ക് കൂടുതലും ഉപകാരമായിട്ട് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ സാധാരണ നമ്മൾ തിരക്ക് പിടിച്ച റോഡുകളിലുള്ള ഇരുവശങ്ങളിലുള്ള വീടുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ നമുക്ക് വണ്ടി അകത്തോട്ട് കയറ്റാൻ വേണ്ടി നമുക്ക് എന്തായാലും ബ്രേക്ക് ചെയ്യണം, ഹോൺ അടിക്കണം, വീട്ടിലുള്ള ആൾ വന്ന് തുറന്നു തന്നാൽ മാത്രമേ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. ആ സമയം കൊണ്ട് നമ്മുടെ പുറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ വൻ ട്രാഫിക് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇൻസിഡൻറ്റുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഈ ഗേറ്റ് ഓട്ടോമേഷൻ സിസ്റ്റം ഉപകരിക്കാറുണ്ട്. പിന്നെ നമുക്കിത് കൂടുതൽ ഉപകാരപ്രദമാകുന്നത് ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ കുട്ടികളുണ്ടാവുമല്ലോ. ഇപ്പോൾ കുട്ടികൾ ഗേറ്റ് തുറന്നു പോകുന്ന സംഭവങ്ങൾ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഗേറ്റ് ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഇൻസിഡൻറ്റുകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഇത് ഏറ്റവും പ്രയോജനം എന്ന് നമുക്ക് തോന്നുന്നത് ചില വർഷകാലങ്ങളിലൊക്കെ നമ്മൾ നല്ല മഴയത്തൊക്കെ നമ്മൾ ഗേറ്റ് തുറക്കണം. അതിന് സാധാരണ കാറിൽ നിന്നൊക്കെ ഇറങ്ങിച്ചെന്ന് നമ്മൾ ഗേറ്റ് തുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹം നല്ലോണം മഴ നനയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇപ്പം നമുക്ക് കാറിൽ ഇരുന്ന് തന്നെ റിമോട്ട് വഴി നമുക്ക് ഗേറ്റ് തുറന്നകത്ത് കയറാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ സിങ്ക് ടൈപ്പ് ഗേറ്റിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള മോട്ടർ സാധാരണ നമ്മൾ പിടിപ്പിക്കാറുണ്ട്. ഒന്ന് ആം ടൈപ്പും അതേപോലെ തന്നെ വേറേത് റോളിംഗ് ടൈപ്പും. ആം ടൈപ്പ് എന്ന് പറയുന്നത് രണ്ട് മോട്ടറാണ് വന്നത്. ഇപ്പോൾ ഒരെണ്ണം നമ്മുടെ ഗേറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, അതേപോലെ തന്നെ ഒരെണ്ണം റൈറ്റ് സൈഡിലുമാണ് വെക്കുന്നത്. ഈ സിങ്ക് ടൈപ്പിൽ ചെയ്യുന്ന വേറൊരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോളർ ടൈപ്പാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ ഗേറ്റിൻ്റെ താഴെ ഭാഗത്ത് തന്നെയാണ് വരുന്നത്. പിന്നെ ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞ നമ്മുടെ സ്ലൈഡിങ്ങിൻ്റെ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സാധാരണ നമ്മൾ ഇപ്പോൾ സിങ്ക് ടൈപ്പ് ഗേറ്റിലെ പോലെ രണ്ട് മോട്ടറിൻ്റെ ആവശ്യമില്ല, ഒരു മോട്ടറിൻ്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. ഈ സ്ലൈഡിങ് ടൈപ്പും അതേപോലെ തന്നെ കർവ്ഡ് ടൈപ്പും ഗേറ്റ് വരുന്നുണ്ടല്ലോ, അതിനൊക്കെ നമ്മൾ ശരിക്കും ഒരു മോട്ടറിൻ്റെ ആവശ്യങ്ങൾ വരുന്നുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ഫോൾഡിങ് ടൈപ്പ് ഗേറ്റ് പറഞ്ഞിരുന്നു. അതിൽ സാധാരണ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓരോ മോട്ടറുകൾ വീതമാണ് വരുന്നത്. ഈ ഗേറ്റ് പിന്നെ നമുക്ക് ഇത് ഓണും ഓഫും ആക്കുന്നതിന് വേണ്ടി സാധാരണ നമ്മൾ വീടിൻ്റെ അകത്ത് പുഷ് ബട്ടൺ വെക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഗേറ്റ് ഓട്ടോമേഷൻ മോട്ടറിൻ്റെ കിറ്റിൽ സാധാരണ 2 റിമോട്ടും വരുന്നുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ വീട്ടിലില്ലാത്ത സമയങ്ങളിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവർ ഒന്നുകിൽ വീടിൻ്റെ പുറത്ത് ഗേറ്റിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യിക്കേണ്ട സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഗേറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ക്ലോസും ചെയ്യാൻ പറ്റും. അത് വീട്ടിൽ ആൾ വേണമെന്നില്ല, നമ്മുടെ മൊബൈലിൽ കൂടി തന്നെ അത് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഗേറ്റ് ഓട്ടോമേഷൻ നമ്മുടെ മൊബൈലിൽ കൂടി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൽ നമുക്കൊരു മൊബൈൽ കൺട്രോളർ എന്ന് പറയുന്ന ഒരു മൊഡ്യൂളോടെ നമുക്ക് ഗേറ്റിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലില്ലാത്ത ഒരു സമയത്താണെങ്കിലും പുറത്തു നിന്ന് നമുക്ക് ഗേറ്റ് അടക്കാനും തുറക്കാനും പറ്റുന്നതാണ്. പിന്നെ നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന വീഡിയോ ഡോർ ഫോൺ സിസ്റ്റം ഉണ്ടല്ലോ, അത് സാധാരണ ഗേറ്റിൻ്റെ അടുത്ത് തന്നെയുള്ള അതിൻ്റെ കോളിംഗ് ബെല്ലും അതേപോലെ തന്നെ ക്യാമറ സിസ്റ്റം ഒക്കെ വരുന്നത്. അതും നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഡോർ ഫോൺ വഴി നമുക്കിത് ലോക്ക് ആൻഡ് അൺലോക്ക് ചെയ്യാവുന്നതാണ്. സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ ഇതേപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.